ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം സ്റ്റാർ മാജിക്കിൽ കൂടി നമ്മൾ പരിചയപ്പെട്ട, ബിഗ് ബോസിൽ കൂടി വന്ന സെലിബ്രിറ്റിയായ ഷിയാസ് കരീം ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയതേ, ആ അനുവിനെ പോലെ തന്നെ ഒരു പൊട്ടത്തരമുള്ളൊരു പയ്യൻ, നല്ല ഹൈറ്റും ആ ഹൈറ്റിനനുസരിച്ച് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു കുട്ടി, അങ്ങനെയാണ് അന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. യാതൊരു വിവരവും ബോധമില്ല. എന്തെങ്കിലും ഒരു അല്പം മോള തലയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഇത്തരം പുലിവാലിലൊക്കെ ചെന്ന് പെടും. വോയിസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അപ്പുറത്തെ തലയ്ക്ക് ഇത് സേവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആക്കുന്നുണ്ടോ ഒന്നും അറിയില്ല, ഒന്നും അന്വേഷിക്കുന്നുമില്ല. ഈ പൊട്ടത്തരം ഇതൊക്കെ ഒരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ എത്തിപ്പെടും എന്ന് ഇത്തിരിയെങ്കിലും വിവരമുള്ള ഒരാൾ ചിന്തിക്കില്ലേ? അത് ആ കൈകളിൽ, ആ ഫോണിൽ, മറുതലയ്ക്കുള്ള ഫോണിൽ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് നാളെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കാതെ എടുത്തു ചാടിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എന്തൊരു അല്ലേ, മാനക്കേടും നാണക്കേടും വീട്ടുകാർക്കും ഭാര്യയ്ക്കും നാട്ടുകാർക്കും ഒക്കെ മോശക്കേടാക്കിയില്ലേ? 10-65 ലക്ഷം രൂപയൊക്കെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പഞ്ചാര വാക്കുകൾ കൊണ്ട് സുഖിപ്പിച്ച് വാങ്ങിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കഴിവൊന്നുമല്ല. മോശം. ഇത് ഒരാളുടെ കയ്യിൽ നിന്നല്ല, ഇതിനു മുമ്പും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനുവിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1,40,000 രൂപ അനു തന്നെ പറയുന്നുണ്ട്. ഷിയാസും പറയുന്നുണ്ട്, ഞാൻ അനുവിന് 1,40,000 രൂപ കൊടുക്കാനുണ്ടെന്ന്. ആ വോയിസിൽ പറഞ്ഞ് ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ, കേട്ട് നോക്കാം. മോശം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഷിയാസെ? മോശമല്ലേ അത്? എന്നിട്ട് ഷിയാസ് തന്നെ പറയുന്നു, എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ. അതൊരു പീഡനക്കേസായിട്ടാണ് പറയണത്. പക്ഷേ ഈ ലേഡി ഒരിക്കലും അത് പീഡനക്കേസായിട്ട് പറയുന്നില്ല. കാരണം രണ്ടുപേരുടെയും താല്പര്യത്തോട് കൂടിയിട്ട് നടന്ന സംഭവങ്ങളായത് കാരണം അതിനൊരു പരാതിയില്ല. പക്ഷേ ചൂഷണം ചെയ്തു. എങ്ങനെ? ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവും, മരണം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ മരിച്ച നീ ഒരു പിടുത്തം മണ്ണിടണം, നീയാണ് മരിക്കണമെങ്കിൽ ഞാനുണ്ടാവും നിൻ്റെ കുടുംബാടത്തെ ഒരു പിടുത്തം മണ്ണിടാനായിട്ട്. എന്തെല്ലാം സുഖപ്പീരുകളാണ് പറയുന്നത്. ഇതാണെന്നേ, എന്തെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരും. നമ്മളെവിടെ എന്ത് കള്ളത്തരം ചെയ്താലും അതൊരിക്കൽ ഏതെങ്കിലും രീതിയിലൊക്കെ പുറത്തു വരും. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുക സ്വന്തം ഭാര്യ, ആ പെൺകുട്ടിക്ക്, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങാൻ വരെ ഈ ലേഡിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ടി വന്നു. എന്താ അങ്ങനെ? കാശില്ലേ ഒട്ടും കയ്യിൽ? വലിയ ജിമ്മനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് എല്ലാത്തിനും, എന്തൊരു കാര്യത്തിനും ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണം എന്നൊരവസ്ഥ ആണെങ്കിൽ ഒന്നുമില്ലേ? കയ്യിലൊന്നുമില്ലേ? സാധാരണ പെണ്ണുങ്ങൾക്കാണ് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ അല്ലേ? ഇത് തിരിച്ചാണ്. എന്തൊന്ന് പറയാനാണ് എൻ്റെ ഷിയാസെ, മോശം. നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഇന്നും കൂടുതൽ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആകെ നാറി കുളമായി ചമ്മി. ഈ വോയിസൊക്കെ കേൾക്കാത്ത ഒരാൾക്കാരും ഇല്ല ഷിയാസിന്ന്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം ഞാൻ പെണ്ണിട്ട് എനിക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിന്റെ കാര്യം? പോടി ഒന്നും കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും.